വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ആരെല്ലാമെന്ന് ഇന്ന് രാത്രിയോടെ അറിയാം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസ് മന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ കൂടിയാലോചനകൾ തുടരുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും കോൺഗ്രസിൽ നിന്നായിരിക്കും. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സുപ്രധാന വകുപ്പുകൾക്കായി പിടിമുറുക്കുന്നു KC വിഭാഗം. TV പ്രസാദാണ് നമുക്കൊപ്പം വിശദമായി വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തല ഏത് മന്ത്രിസ്ഥാനത്തേക്കായിരിക്കും വരിക? ആഭ്യന്തര മന്ത്രിയായി രമേശ് ചെന്നിത്തല വീണ്ടും കേരളത്തിൽ എത്തുമോ? അതോടൊപ്പം തന്നെ KC വിഭാഗം, RC വിഭാഗം, ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട MLA-മാരുണ്ട്. ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ? അതോടൊപ്പം സാമുദായിക പ്രാതിനിധ്യം നോക്കണം, യുവ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, അതോടൊപ്പം പ്രാദേശിക വികാരങ്ങൾ കണക്കിലെടുക്കണം, പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്ഥാനം നൽകണം. അങ്ങനെ 12 മന്ത്രിസ്ഥാനം, 1000 ആശങ്കകളുണ്ട്. എങ്ങനെയായിരിക്കും ഈ വീതം വെപ്പ്? ഷിഹാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി അടക്കം 12 പേർ എന്നുള്ളതാണ്. ഇനി 11 പേർക്ക് കൂടിയുള്ള സാധ്യതയാണ്. അതിലേതാണ്ട് 20-22 പേരാണ് ശക്തമായി മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നത് എന്നതാണ്. അതിൽ KC വിഭാഗത്തിൽപ്പെട്ടവരും രമേശ് ചെന്നിത്തല വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. സ്വാഭാവികമായി വി.ഡി. സതീശൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധി പേരുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് ഇനിയിപ്പോൾ നറുക്ക് വീഴുക എന്നുള്ളതാണ്. ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ടൊരു ചിത്രമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തി. ഇനിയിപ്പോൾ ഇന്ന് ഇത് സംബന്ധിച്ചൊരു അന്തിമ രൂപം ഉണ്ടാകും എന്നുള്ളതാണ്. അതുതന്നെയാണ് ഷിഹാസ് നേരത്തെ പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനം. രമേശ് ചെന്നിത്തല നമുക്കറിയാവുന്നതുപോലെ ഈ 3 പേരിലും KC വേണുഗോപാലിനേക്കാളും വി.ഡി. സതീശിനേക്കാളും പാർട്ടിയിൽ സീനിയറാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായ ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് അതിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. ഈ ആഭ്യന്തര മന്ത്രി പദത്തിന് വേണ്ടി തന്നെയാണ് ഈ അസംതൃപ്തി ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെയാണ് ഷിഹാസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സമയം വരെയും കൃത്യമായ ഒരു പ്രകടനം നടത്താനോ ഒരു പരസ്യമായ ഒരു അഭിപ്രായം നടത്താനോ സോഷ്യൽ മീഡിയയിൽ വി.ഡി. സതീശന് അനുകൂലമായ ഒരു പോസ്റ്റ് ഇടാനോ പോലും രമേശ് ചെന്നിത്തല തയ്യാറായിരുന്നില്ല ഇന്നലെ വരെ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ശരീരഭാഷ സാധാരണ മലയാളികൾ കണ്ടുപരിചയമില്ലാത്ത രീതിയിൽ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന രമേശ് ചെന്നിത്തലയാണ് നമ്മൾ കണ്ടത്. അസംതൃപ്തി എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയും ആ രീതിയിലൊക്കെ രമേശ് ചെന്നിത്തല പ്രകടിപ്പിക്കുന്നുണ്ട്. KC വേണുഗോപാൽ ഇന്ന് എത്തുന്നതോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി പദം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രമേശ് അനുകൂലികൾ എല്ലാവരും ഉള്ളത്. അതുമാത്രം പോരാ, രമേശ് ചെന്നിത്തലയുടെ കൂടെയുള്ളവർക്കും മന്ത്രിസ്ഥാനം വേണം. അൻവർ സാദത്തും അതുപോലെ തന്നെ ചാമക്കാലയും ഇതിനുവേണ്ടി. ശരി. TV പ്രസാദാണ് ഇപ്പോൾ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. നമുക്ക് അതുമായി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഇതുവരെ മനസ്സ് തുറക്കാത്തതിനാൽ അനുനയ ശ്രമം തുടരുന്നുണ്ട് ഹൈക്കമാൻഡ്. രമേശ് ചെന്നിത്തലയുമായി KC വേണുഗോപാൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ചെന്നിത്തലയോട് ആവശ്യപ്പെടും. വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം പിന്നീട് പ്രഖ്യാപിക്കും. അതേസമയം ഇന്നലെ വി.ഡി. സതീശനും ദീപാദാസ് മുൻഷിയും നേരിട്ടെത്തി നടത്തിയ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകി എന്നാണ് സൂചന. റോഷി പാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റോഷി. പറഞ്ഞത് തന്നെയാണ് ഇന്നലെ ആ കൂടിക്കാഴ്ച. വി.ഡി. സതീശൻ ചെന്നിത്തലയെ കാണാനെത്തി, ദീപാദാസ് മുൻഷി കാണാനെത്തി. അതിനുശേഷം ഉള്ള ഒരു പ്രതികരണത്തിൽ ആണെങ്കിൽ തന്നെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അപ്പോഴും മൗനം പാലിക്കുന്നുണ്ട് ചെന്നിത്തല. മനസ്സ് തുറന്നിട്ടില്ല. ആ അനുനയ ശ്രമം എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സുധീഷിഹാസ്, രമേശ് ചെന്നിത്തല അനുനയത്തിന് വഴങ്ങുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് ഹൈക്കമാൻഡും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഇനി നടക്കുന്ന ചർച്ചകളിലാണ്. ഏതായാലും ഇനിയുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ തന്നെ രമേശ് ചെന്നിത്തലയെ ഒരുപക്ഷെ KC വേണുഗോപാൽ വസതിയിൽ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ടെലിഫോണിൽ ഇന്നലെ തന്നെ പലതവണ KC വേണുഗോപാൽ ആശയവിനിമയം നടത്തിയതാണ്. നിലവിലെ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന സൂചനകളാണുള്ളത്. ഏതായാലും ആ കാര്യത്തിൽ വൈകാതെ തന്നെ വ്യക്തത വരും. ഏത് വകുപ്പാണ് അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുക എന്നതടക്കം അറിയേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ വഴുതക്കാട് വസതിയുടെ പരിസരത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. ആകാംക്ഷയോടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയവും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി കാത്തിരുന്നത്. കാരണം ഇന്നലെ മാരത്തോൺ ചർച്ചകളായിരുന്നു. അത് ഭൂരിഭാഗവും രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലാണ്. ഘടകകക്ഷികളടക്കം രമേശ് ചെന്നിത്തല ഏറ്റവും മുതിർന്ന ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, പരിചയസമ്പത്തുള്ള ഒരു ആൾ എന്ന നിലയിൽ
പരിഗണിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും അതിന് വഴങ്ങുമോ രമേശ് ചെന്നിത്തല എന്നത് പ്രധാനമാണ്. ഇന്നലെയൊക്കെ വളരെ അസ്വസ്ഥതയോടെയാണ് രമേശ് ചെന്നിത്തലയെ കണ്ടത്. പിന്നീട് വി.ഡി. സതീശൻ വന്നു. പിന്നീട് ദീപാദാസ് മുൻഷി കൂടി വന്നതിന് ശേഷമാണ് ആ ഒരു മഞ്ഞുരുക്കത്തിന്റെ സാധ്യത കണ്ടത്. ഏതായാലും തീരുമാനം ഇന്ന് ഉച്ചയോടെ തന്നെ ഉണ്ടാകും. ഔദ്യോഗികമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഏത് വകുപ്പ് നൽകാൻ അവർ തീരുമാനിക്കും, UDF നേതൃത്വം തീരുമാനിക്കും, കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുമെന്നതിന് വ്യക്തത ഉച്ചയോടെ ഉണ്ടാകും. കാരണം രാവിലെ മുതൽ തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നുണ്ട്. ഇന്നും ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുക. തീർച്ചയായിട്ടും. എന്തായാലും രമേശ് ചെന്നിത്തല പൂർണ്ണമായിട്ടും മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ആ തീരുമാനം അറിയാം എന്നും കരുതുന്നു. KC വേണുഗോപാൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ചെന്നിത്തല.